കൊല്ലം ശക്തികുളങ്ങര വളവൽത്തോപ്പ് തീരമാണ്. ഏതാണ്ട് 40-ലേറെ വള്ളങ്ങൾ പരമ്പരാഗത മേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്ന വളരെ പുരാതനമായ തീരം. ഈ തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അതിപുരാതനമായ ഒരു വിളക്കുമാടം. പക്ഷേ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ആര് നിർമ്മിച്ചതെന്ന് വ്യക്തമായി അറിയില്ല. ഏതാണ്ട് 100-125 വർഷത്തിന് മുമ്പേ ഉള്ള വിളക്കുമാടം ഒന്നാണ് ഇത്. തങ്കശ്ശേരി തുറമുഖം അല്ലെങ്കിൽ തങ്കശ്ശേരി ഫോർട്ട് അതിനോടനുബന്ധിച്ച് ഡച്ചുകാരോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ നിർമ്മിച്ചതാകാനാണ് സാധ്യത. ഇത് കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കും അല്ലെങ്കിൽ ബോട്ടുകൾക്കുമൊക്കെ തീരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കുമാടമാണ്. വലിയ കടൽക്ഷോഭവും സുനാമി പോലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ വീഴും എന്ന് തോന്നുന്ന രീതിയിൽ നിൽക്കുന്ന ഈ വിളക്കുമാടം പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ടൂറിസത്തിനും മറ്റും ടൂറിസത്തിലേക്ക് ആളുകൾ വരികയും അതിൻ്റെ വിശദമായ ചരിത്രം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ മേഖലയിലുള്ള ആൾക്കാർ അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഇവിടെ ഇതിനോട് തൊട്ട് കിടക്കുന്ന യന്ത്രവൽകൃത മേഖലയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഹാർബറുകൾ നിലകൊള്ളുന്ന നീണ്ടകര ശക്തികുളങ്ങര തീരമാണ്. ബോട്ടുകളും വലിയ ട്രോളിംഗ് ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയാണ്. ഇവിടെയാണ് ഈ പണ്ട് തടിവള്ളങ്ങളായിരുന്നു, അതെല്ലാം ഇപ്പം എൻജിൻ വെച്ച് മെക്കനൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഫൈബർ വള്ളങ്ങളായി മാറി. ഏതാണ്ട് 40ഓളം ഇതിനു മുമ്പ് തടിവള്ളങ്ങളിൽ പങ്കായം കൊണ്ട് കുഴഞ്ഞുപോയി മത്സ്യബന്ധനം നടത്തുന്നവരായിരുന്നു. അപ്പോൾ അത് മാറി അവർ എല്ലാവരും മെക്കനൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്ബോർഡ് എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ്. 1 എഞ്ചിനും 2 എഞ്ചിനും ഒക്കെ ഘടിപ്പിച്ച വള്ളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ വിളക്കുമാടത്തെക്കുറിച്ച് അറിയാം? വിളക്കുമാടം നമുക്ക് ഓർമ്മയുള്ള കാലം പോലെ ഈ വിളക്കുമാടം ഇവിടെ ഉണ്ട്. പിന്നെ അന്നിതിനകത്ത് വിളക്കുമാടം എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് വിളക്ക് വെച്ചിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ ഇതിന് അന്ന് പോലെ പറയുന്ന പേര് വിളക്കുമാടമൊന്നുമില്ല. അതിനായിട്ട് നമ്മളും പറയുന്നു. എത്ര വർഷമായതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. ഇത് ആര് നിർമ്മിച്ചാണെന്നും നമുക്കറിയത്തില്ല. കാരണം വെച്ചാൽ മുമ്പുള്ളവർക്ക് ചോദിച്ചപ്പോൾ അവർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇത് കള്ളിമുൾ ചെടിയും അതിൻ്റെ കറയും അതൊക്കെ വെച്ച് കെട്ടിയതാണെന്ന് ഇങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇത് നിർമ്മിച്ചത് ആരാണെന്നോ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണോ കിട്ടിയെന്നോ ഒരു അറിയത്തില്ല. നമുക്ക് ഏതായാലും ഇവിടെ ഒരു കടവിന് ഒരു ലക്ഷ്യമാണിത്. നിങ്ങളെങ്ങനെ ഇത് കടലിൽ നിന്ന് ഇതെങ്ങനെ ദൃശ്യമാകുന്നത്? ഇത് നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം കൃഷിയെല്ലാം പോയതുകൊണ്ട് ഇതിന്റെ ഉൾവശം എങ്ങനെയാ? ഒരു ഹോൾ കിടക്കുന്നില്ല. ആ ഹോളിനകത്ത് നമ്മൾ അതിനകത്തൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് എക്ക ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ടുണ്ടോ? അകത്ത് കയറാൻ പറ്റില്ല. നമുക്ക് സൈഡിൽ നിന്ന് അതിനകത്തോട്ട് ഇങ്ങനെ നമുക്ക് ഊഴി കഴിഞ്ഞെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എക്ക ഭയങ്കരമായിട്ടുണ്ടാവും. ഇന്നത്തെ ഇന്നത്തെ കാച്ചിങ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഒരു 1500 കിട്ടും. ഒരു ബോട്ട് കയറി വലയെ കുടിച്ചുകൊണ്ട് പോയി. ബോട്ട് വള്ളത്തിൽ കയറ്റി ആളെ കൊല്ലുമ്പോഴാണ് വന്നത്. ബോട്ട് വിളിച്ചിട്ട് കേൾക്കത്തില്ല, ടോർച്ചിലൊക്കെ അടിച്ചിട്ട് കേൾക്കത്തില്ല. അതുകൊണ്ട് ആളെ വീഡിയോസിനകത്തിൽ നിന്ന് മൊബൈൽ കളിക്കുന്നു. ബോട്ട് ഓടിച്ചു വരും. ഇതൊന്ന് കാണിക്കാം. എന്തെന്നുള്ള ചാള മാറിപ്പോയി. ഓടും കാറ്റും വന്നു കഴിഞ്ഞു. ഈ വെള്ളത്തിന്റെ എങ്ങനെയുണ്ട്? കടലിന്റെ വെള്ളത്തിന് വിഷമുണ്ട്. ചൊറി കടലിന് ഭയങ്കര ചൊറിയുണ്ട്. പിന്നെ അല്ലാതെ വെള്ളം ഇപ്പം വടക്ക് പടിഞ്ഞാറോട്ടാണ് വലിക്കുന്നത്. വെള്ളം തെക്കോട്ട് വലിച്ചാലേ നമുക്ക് എന്തെങ്കിലും മീൻമതി കിട്ടുള്ളൂ. വെള്ളം വടക്ക് പടിഞ്ഞാറ് വലിക്കുന്ന വാടകയിൽ വലിച്ച് വെള്ളം തെളിച്ച് കണക്ക് വയ്ക്കുക ചൊറിയായിട്ട്.
ഇപ്പൊ മൺസൂണിന്റെ തുടക്കമാണോ? ആ മൺസൂണിന്റെ തുടക്കമാണിത്. അങ്ങനെ വർഷം വരണം. കല്ലിൽ പായ്ക്കുന്ന മതിയാണ് ഈ ഇപ്പം ഞങ്ങൾ തെളിക്കുന്നത്. ഇതെന്ത് ചെയ്യണ്ടായി? ഇത് ആമയുണ്ട്. കല്ലിലെ മീൻ കണക്കാൻ കിട്ടതാ. കല്ലിന്റെ കുറച്ച് ആ മീനെന്ത്? തുമ്പ. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മീനല്ല. ആണോ? അത് കാണിച്ചു കഴിച്ചെടുക്കുന്ന മീനല്ല. അത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല. പക്ഷെ ഇതിന് പൂര മൊയ്യൊക്കെ ഇല്ലേ, അതേപോലെ ഇതിന്റെ മുള്ളു കഴിച്ചൊക്കെയാണെങ്കിൽ ഭയങ്കര അരപ്പായിരിക്കും, ഭയങ്കര വേദന അരപ്പായിരിക്കും. തുമ്പേന്നായിട്ട് പറയുന്നത്. ചുറ്റും മുള്ളായിട്ടില്ല, മൊത്തോടൊക്കെ ആയിരിക്കും. കല്ലിലെ മീനാ? ഇത് കല്ലിലിരിക്കുന്നത്. കല്ലിലെ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളാണ് ഇവര് കല്ലില് വില വെക്കുന്നവർ പിടിക്കുന്നത്. ഈ സൈസ് ആണ് കല്ലിലിരിക്കുന്നതാണ്. കല്ലിൽ കിട്ടുന്നത് തീരെ ചെറുതാ. അതിന്റെ പേരെന്തോ? ഇത് മറ്റേ കൂടുതലട ചെറുത്. കൂടുതല. ഈ വിളക്കുമാടത്തെ കുറിച്ച് അറിയാമോ? വിളക്കുമാടത്തെ കുറിച്ച് നമുക്കെന്താ അറിയാം? അറിഞ്ഞൂടാ. അറിയാവുന്നവരെല്ലാം പോയില്ലേ? ആര് കെട്ടിയതെന്നും അറിയത്തില്ല. ആണല്ലേ? അല്ലാതെ ആര് കേട്ടാൻ തന്നെ 200 വർഷമായി കാണും. 20 വർഷത്തെ കൂടുതലായി കാണും. മാത്രമല്ല നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം വെള്ളത്തിൽ നിന്ന് പണിഞ്ഞു പോയി. അല്ല, ഇതിന് സമാനമായത് കോഴിത്തോടത്തുണ്ടായിരുന്നു. കോഴിത്തോട് നമ്മുടെ തടീനെട്ടില്ലേ അവിടെ ഉണ്ടായിരുന്നു. അതെവിടെ? നമ്മുടെ പുത്തനറ വടക്കത്ത്. നോർവീജിയൻസിന്റെ അല്ല അത് ഇതെല്ലാം ഒരാൾക്ക് അവരിട്ട് തന്നെയല്ലേ, വെള്ളക്കാരിട്ട് തന്നെയല്ലേ. അറിയത്തില്ല. നിങ്ങൾ എന്ത് പണിക്കാ ഇന്ന് പോയ? എല്ലാ പണിക്കും പോയി. എന്നിട്ട് ഒന്നും ഫലിച്ചില്ല. ഇന്നലെ മഴ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇപ്പൊ ഈ കിട്ടിയ മീൻ ഏതൊക്കെയാ? ഇന്ന് കിട്ടിയത് ഇത് കിടക്കുന്നത് ഇതൊന്ന് കാണിച്ചേ. മീനാ. ഇത് കായലിൽ കിട്ടുന്നല്ലേ? ഉണ്ട്. ഞണ്ട് വേറെ ഒന്നുമില്ല. ഈ കൊഞ്ചില്ല. ആ മീൻ്റെ മൺസൂൺ സീസണിന് മുമ്പുള്ള ഒരു കടലിൻ്റെ പ്രക്ഷുബ്ധതയും അതിൻ്റെ തുടക്കവും ഒക്കെയാണ്. അപ്പോൾ ഒരു ചകരക്കാലത്തിന് മുമ്പുള്ള ഒരു സ്ഥിതിയാണിത്. ഇവർക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കടലിലെ ഓവർ ഫിഷിങ്ങും അതുപോലെ ബോട്ടുകളുടെ തള്ളിക്കയറ്റവും തീരക്കടലിലേക്കുള്ള തള്ളിക്കയറ്റവും ഒക്കെ ഇവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ഇവിടെയുള്ളത്. ഇത് വളവിൽത്തോപ്പ് തീരമാണ്.